നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തികച്ചും അസാധാരണമായ നടപടികളാണ് അടുത്തടുത്തായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ബില്ലുകൾക്ക് അനുമതി നൽകാത്തതുകൊണ്ട് രാഷ്ട്രപതിക്ക് അയച്ചു. അങ്ങനെ രാഷ്ട്രപതി അനുമതി നൽകാത്ത ബില്ലുകൾക്കെതിരായി കേരളം രാഷ്ട്രപതിക്കെതിരെ കോടതിയിലേക്ക് തുനിയുകയാണ്. കേസ് നൽകാനായി തയ്യാറെടുക്കുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവം, അപൂർവമായ ഒരു നിയമ പോരാട്ടമെന്നൊക്കെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കാനായി സാധിക്കും. ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്കാണ്, ഒരു കടന്ന കൈയിലേക്ക് തന്നെയാണ് കേരളം കടക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിന് രാഷ്ട്രപതിക്കെതിരെയും കേസുമായി പോകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാനത്തിന് നിയമപോരാട്ടം നടത്താൻ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും സർക്കാർ അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഗവർണർ ഒപ്പിടാതെ അയച്ച ബില്ലുകൾ രാഷ്ട്രപതി തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുന്നതിനെതിരെയാണ് അങ്ങനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജിയുമായി കടക്കുന്നത്. ഇത് സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ തയ്യാറെടുത്തിരുന്നു. ഉടനെ സമർപ്പിക്കുമെന്ന വിവരവും ലഭിച്ചിരുന്നു. ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി 22-ാം തീയതിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനൊപ്പമാണ് ഈ റിട്ട് ഹർജി കൂടി പരിഗണിക്കാനായി സംസ്ഥാന സർക്കാർ നിലവിൽ ആവശ്യപ്പെടാൻ തന്നെ പോകുന്നത്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ നിയമവിദഗ്ധർ നോക്കിക്കാണുന്നത്. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടേണ്ട കാര്യമില്ലാത്ത ബില്ലുകളും അയച്ച നടപടിയെയുമാവും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ കോടതിയെ സമീപിക്കുന്ന ഒരു സംഭവം അപൂർവമായതാണ്. മറ്റൊരു സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ഒരു നീക്കം ഇതുവരെയും നടത്താൻ കഴിഞ്ഞിട്ടില്ല. കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയം തന്നെയാണ്. എന്തു ഭാവിച്ചാണ് സംസ്ഥാനം മുന്നോട്ട് കുതിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചാൽ അത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു വിഷയമായി മാറിയിരിക്കും. നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ 1 മാത്രമാണ് അംഗീകാരം കിട്ടിയതായി പറയുന്നത്. സർവകലാശാല നിയമ ഭേദഗതി അടക്കം 3 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. മറ്റു 3 പരിഗണനയിലാണ്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നതും ക്ഷീരസഹകരണ സംഘം, അതായത് മിൽമയുടെ ഭരണസമിതിയിൽ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്തവർക്ക് വോട്ടവകാശം നൽകാത്തതുമായ ഭേദഗതി ബില്ലുകളാണ് രാഷ്ട്രപതി തടഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനെയൊക്കെ തന്നെ നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിടാത്തതിന് ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി നേരത്തെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പുതിയ ഹർജി ഇതുമായി കൂട്ടിച്ചേർക്കുകയോ പുതുതായി ഫയൽ ചെയ്ത് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് എത്തിക്കാനോ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ക്രോഡീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുക. ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ സാഹചര്യത്തിൽ 7 ബില്ലുകൾ ഗവർണർ അന്ന് രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. അതിൽ ലോകായുക്ത ഭേദഗതിക്ക് മാത്രമേ രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നുള്ളൂ. ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ച രാഷ്ട്രപതിയുടെ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിയമോപദേശം കിട്ടിയതോടെയാണ് സർക്കാരിൻ്റെ പുതിയ നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്. രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചതിൻ്റെ കാരണം അറിയില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹർജിയിൽ പ്രധാനമായും എടുത്തു പറയും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം സംസ്ഥാനത്തിനോട് കാട്ടി എന്നുള്ളതായിരിക്കും പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. വിദ്യാഭ്യാസവും സഹകരണവും സംസ്ഥാനത്തിന് കൂടി നിയമനിർമ്മാണ അധികാരമുള്ള സമവർത്തി പട്ടികയിലുള്ള കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകൾ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് എന്തിനാണ് വിടുന്നത്? അങ്ങനെ വിടേണ്ട ഒരു കാര്യമില്ല എന്നാണ് സർക്കാർ വാദിക്കുന്നത്. ഗവർണർ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിൽ മുന്നിൽ കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായി ഇതിനെ നേരിടാനാണ് ഗവർണർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നിയമപരമായി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എത്തി നിൽക്കുന്നതെന്നും അങ്ങനെ രാഷ്ട്രീയ താല്പര്യം കലർത്തി നിയമനിർമ്മാണം വൈകിക്കാനായി ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു എന്നുകൂടി റിട്ട് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചതിൻ്റെ കാരണം ഗവർണർ തന്നെ തുറന്ന് പറയുന്നില്ല. സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർക്കില്ല എന്നും സംസ്ഥാന സർക്കാർ വാദിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബില്ലുകൾ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത്. പക്ഷേ രാഷ്ട്രപതിയെ തന്നെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി വഴി ശ്രമിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനം. ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാതെ മാറ്റിവെക്കുന്നത് ഭരണഘടനാ പദവിയുടെ ദുരുപയോഗമായിരിക്കുമെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അത് തെറ്റായ ഒരു കീഴ്വഴക്കം തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പിൻ്റെയോ നിയമവകുപ്പിൻ്റെയോ സർട്ടിഫിക്കറ്റ് സഹിതമായിരിക്കണമെന്ന ചട്ടം നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള കാരണം എന്താണെന്ന് വിശദമാക്കുന്ന ഒരു മെമ്മോറാണ്ടം ഇതോടൊപ്പം തന്നെ ഉണ്ടാകണമെന്ന നിബന്ധനയുമുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഗവർണർ ബില്ലുകൾ അയക്കാറുള്ളത്. അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ബിൽ രാഷ്ട്രപതിയുടെ ബെഞ്ചിലെത്തുന്നത്, പരിഗണനയ്ക്കായി അയക്കുക. സർക്കാരിൻ്റെ ശുപാർശയില്ലാതെ ബില്ലുകൾ അയച്ചാൽ നടപടിക്രമം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര മന്ത്രാലയം അത് പരിഗണിക്കാതെ തന്നെ തിരിച്ചയക്കേണ്ടതായിരുന്നു.
എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി സംസ്ഥാനം ചോദ്യം ചെയ്യും. രാജ്യസുരക്ഷ, ഹൈക്കോടതിയുടെ അധികാരത്തിൽ മാറ്റം, ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനം, ദേശീയ പ്രാധാന്യം എന്നിവയടങ്ങിയ ബില്ലുകൾ ഗവർണർക്ക് നേരിട്ട് രാഷ്ട്രപതിക്ക് അയക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ ഈ 7 എണ്ണം എന്ന് പറയുന്നത് അത്തരത്തിൽ ഉൾപ്പെടുന്ന ഒന്നുമല്ല. ഈ ബില്ലുകൾ നിലവിലെ നിയമങ്ങളുടെ ഭേദഗതി മാത്രമാണ്. അത് സംസ്ഥാനത്തിൻ്റെ തന്നെ പൂർണ്ണ അധികാരമാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.